ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് +2 ഫിസിക്സിൽ കഴിഞ്ഞ 2 വർഷങ്ങളിലെ സെയിം ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷകളിൽ റിപ്പീറ്റായിട്ട് ചോദിച്ച കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇത് എന്തായാലും നിങ്ങൾ നോക്കിയിട്ട് പോകേണ്ട ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സ്റ്റേറ്റ് കിർച്ചോഫ്സ് ലൂപ്പ് റൂള് അല്ലെങ്കിൽ ജംഗ്ഷൻ റൂള് 2022-23 വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. കിർച്ചോഫ്സിൻ്റെ സ്റ്റേറ്റ് ചെയ്യാൻ, അതുപോലെ തന്നെ വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജിൻ്റെ ഡയഗ്രാം വരയ്ക്കാൻ അതും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അത് നിങ്ങൾ നോക്കിയിട്ട് പോകണം. പിന്നെ ഡിറൈവ് ആൻ എക്സ്പ്രഷൻ ഫോർ ദ ടോർക്ക് ആക്ടിങ് ഓൺ എ ലൂപ്പ്, ഇതും 2022-23 പരീക്ഷയിൽ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പം ഇത് നിങ്ങൾ നോക്കണം. പിന്നെ ഡിറൈവ് ഐൻസ്റ്റീൻ ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ, പിന്നെ SI യൂണിറ്റ് ഓഫ് കപ്പാസിറ്റൻസ്, റെസിസ്റ്റൻസ് ഓർ പവർ ഓഫ് ലെൻസ്, ഇതിലേതെങ്കിലും SI യൂണിറ്റുകളൊക്കെ പഠിച്ചിട്ട് പോവുക. പിന്നെ ഒരു ക്വസ്റ്റ്യൻ ബൈൻഡിങ് എനർജി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. റൈറ്റ് ദ റിലേഷൻ ബിറ്റ്വീൻ മാസ് ഡിഫക്റ്റ് ആൻഡ് ബൈൻഡിങ് എനർജി. അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് 2022-ലാണ്. അതുപോലെ തന്നെ 2023 ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ് വിച്ച് ന്യൂക്ലിയസ് ഹാസ് മാക്സിമം ബൈൻഡിങ് എനർജി ഓർ ന്യൂക്ലിയോൺ എന്ന്. അപ്പോൾ ഈ ബൈൻഡിങ് എനർജി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് 2 ക്വസ്റ്റ്യനാണ് ഈ കഴിഞ്ഞ 2 വർഷങ്ങളിലും പരീക്ഷയിൽ ചോദിച്ചത്. അപ്പം ബൈൻഡിങ് എനർജിയെക്കുറിച്ച് പഠിച്ചിട്ട് പോവുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 3 കപ്പാസിറ്റർ C1, C2, C3 ആർ കണക്റ്റഡ് ഇൻ സീരീസ്. ഡിറൈവ് ആൻ എക്സ്പ്രഷൻ ഫോർ കപ്പാസിറ്റൻസ് ഓഫ് എ കോമ്പിനേഷൻ. അപ്പം ഈ കപ്പാസിറ്ററിൻ്റെ സീരീസും ചോദിക്കാം, പാരലലും ചോദിക്കാം, അതുപോലെ റെസിസ്റ്റൻസിൻ്റെ സീരീസ് ചോദിക്കാം, പാരലലും ചോദിക്കാം. അപ്പോൾ റെസിസ്റ്റൻസും കപ്പാസിറ്ററിൻ്റെയും കോമ്പിനേഷൻ പഠിച്ചിട്ട് പോവുക. അടുത്തൊരു ക്വസ്റ്റ്യൻ ലെൻസ് മേക്കേഴ്സ് ഫോർമുല. മിക്ക ചോദ്യപേപ്പറുകളിലും റിപ്പീറ്റായിട്ട് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ് ലെൻസ് മേക്കേഴ്സ് ഫോർമുല. അതുപോലെ തന്നെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് എ പ്രിസം, അതൊക്കെ നിങ്ങൾ പഠിച്ചിട്ട് പോകാം. അതിൻ്റെ ഡയഗ്രാം വരയ്ക്കാനൊക്കെ പഠിച്ചിട്ട് പോകാം. പിന്നെ ഹൈഗൻസ് പ്രിൻസിപ്പിൾ, അത് ഉപയോഗിച്ച് റിഫ്രാക്ഷൻ ഓഫ് എ പ്ലെയിൻ വേവും റിഫ്ലക്ഷൻ ഓഫ് എ പ്ലെയിൻ വേവും കണ്ടുപിടിക്കുന്നത് ഒക്കെ ഒന്ന് നോക്കിയിട്ട് പോകുക. അപ്പം ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക്സ് ഫോർ വാച്ചിങ്.